സിദ്ധാർത്ഥിൻ്റെ മരണം അത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. ഒരു ക്യാമ്പസിൽ കുറേ SFI ഗുണ്ടകൾ ഒരു ചെറുപ്പക്കാരനെ ശാരീരികമായും മാനസികമായും ഏത് തലം വരെ ഉപദ്രവിക്കാൻ കഴിയുമോ അതിൻ്റെയൊക്കെ അങ്ങേ അറ്റം വരെ ഉപദ്രവിച്ചു. ഒരു തുള്ളി വെള്ളമോ ഒരു തരി ഭക്ഷണമോ കൊടുക്കാതെ അവനെ ഇഞ്ചിഞ്ചായി മരണത്തിലേക്ക് നയിച്ചു. എന്നിട്ടും പോലീസ് കൊലപാതകികൾക്കൊപ്പം അല്ലെങ്കിൽ കൊലപാതകം ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് വിചിത്രമായ കാര്യം. SFI ഭരിക്കുന്ന ഓരോ ക്യാമ്പസുകളിലും ഇടിമുറികൾ സജീവമാണ്. അതായത് ഇടിമുറികളിൽ കൊണ്ടുപോയി അവർക്കെതിരെ സംസാരിക്കുന്നവരെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ച് അവരെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു രീതി. എല്ലാ ക്യാമ്പസുകളും അങ്ങനെയാണെന്നല്ല ഞങ്ങൾ പറയുന്നത്. നല്ല SFI നേതാക്കൾ ഭരിക്കുന്ന കോളേജുകളും ഉണ്ടാകാം. അവിടെ കുട്ടികൾക്ക് മാനേജ്മെൻറ്റുമായി അല്ലെങ്കിൽ കോളേജിലെ അധികൃതരുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നല്ല രീതിയിൽ പരിഹരിച്ചു കൊടുത്ത് അവർക്ക് വേണ്ട പഠനത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് സൗഹൃദമായ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്ത് അവരെ നല്ല രീതിയിലേക്ക് ഒരു സാമൂഹ്യ ബോധമുള്ള യുവതിയുവാക്കളാക്കി ക്യാമ്പസിന് പുറത്തേക്ക് എത്തിക്കുന്ന നിരവധി SFI നേതാക്കൾ ഉണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല, പക്ഷേ കുറച്ചുപേർ കാണിക്കുന്ന പ്രശ്നങ്ങൾ, അതായത് ക്യാമ്പസുകളിൽ വടിവാളും ചങ്ങലകളും ഇതുപോലെ ബെൽറ്റുകളുമൊക്കെ കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് കണ്ടാണ് ആ കോളേജിലെ ഓരോ യുവതലമുറയും വളർന്ന് പുറത്തേക്കിറങ്ങുന്നത്. ഇതൊക്കെ കാണുന്നവർക്ക് ഈ സംഘടനയിൽ ചേർന്നാൽ ഞങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാം, നാളെ ഞങ്ങളെ സംരക്ഷിക്കാനും ഒരുപാട് പേർ തലപ്പത്തുള്ള ഒരുപാട് പേർ ഉണ്ടാകും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ പലരെയും പല ചീത്ത കാര്യങ്ങളിലേക്കും നയിക്കും. അതായത് പഠനത്തിന് വേണ്ടി വരുന്ന കുട്ടികൾ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് മാറും. അവരെ ആ രാഷ്ട്രീയം പിന്നീട് അവരെ വലിയ രീതിയിലുള്ള തെറ്റുകളിലേക്ക് കൊണ്ടെത്തിക്കും. SFIയെ അടച്ചാക്ഷേപിക്കുന്നത് അല്ല, പക്ഷേ SFIയിലെ ചില നേതാക്കൾ തിരുത്തേണ്ടതുണ്ട്. എന്തിനാണ് ക്യാമ്പസുകളിൽ ഇടിമുറികൾ? എന്തിനാണ് ക്യാമ്പസുകളിൽ ഇത്തരം മർദ്ദനങ്ങളും അലിഖിത നിയമങ്ങളുമൊക്കെ? നിങ്ങൾ ഉണ്ടാക്കിയ അലിഖിത നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ ഉടനെ അവൻ നിങ്ങൾക്ക് ശത്രുവാകുന്നു, അല്ലെങ്കിൽ അവൾ നിങ്ങൾക്ക് ശത്രുവാകുന്നു, ഏത് തരത്തിലും അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ തലപ്പത്തുനിന്നേ അഴിച്ചുപണികൾ നടത്തേണ്ടതാണ്. അതായത് SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ മുതൽ അഴിച്ചുപണി നടത്തേണ്ടതാണ്. ഒരു തലപ്പത്തിരിക്കുന്ന ഒരാൾ അയാൾ കൃത്യമല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ, അയാൾ കൃത്യമല്ല അയാളുടെ നിലപാടുകളെങ്കിൽ, അയാളുടെ പ്രവർത്തികൾ കൃത്യമല്ല എങ്കിൽ അവിടം തൊട്ടാണ് അഴിച്ചുപണികൾ നടത്തേണ്ടത്. ആർഷോ പിടികിട്ടാ പുള്ളിയാണ്. കോടതി വാറന്റ് പുറപ്പെടുവിച്ചിട്ടും കൊച്ചി പോലീസ് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു പ്രതിയാണ്, അല്ലെങ്കിൽ പിടികിട്ടാ പുള്ളിയാണ് ആർഷോ മുതൽ അഴിച്ചുപണികൾ നടത്തേണ്ടതുണ്ട്. അവിടെ നിന്ന് തുടങ്ങണം SFIയുടെ ശുചീകരണം, SFIക്കുള്ളിലെ ശുചീകരണം എന്നുള്ളതാണ്. എന്തായാലും ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേരളത്തിൻ്റെ ഗവർണർ ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നു ഇക്കാര്യത്തിൽ ഉടനടി നടപടി സ്വീകരിക്കേണ്ടത്. അവർക്കെതിരെ കർശനമായ, ആ ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ചവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കേണ്ടത് പിണറായി ആഭ്യന്തരമന്ത്രി കൂടിയാണ്. പിണറായിയുടെ പോലീസിനെ കൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തി അതിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ മുഖ്യമന്ത്രി അതേക്കുറിച്ച് മിണ്ടുന്നില്ല, അതിന് സമയമില്ല. മുഖ്യമന്ത്രി മറ്റേതോ ലോകത്താണ്. മകളെയും മകനെയും ഏത് രീതിയിലും സംരക്ഷിക്കാനും അവരെ വളർത്താനും സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനും ഒക്കെയുള്ള ധൃതിയിലും ഓട്ടത്തിലുമാണ് നമ്മുടെ മുഖ്യമന്ത്രി. അതുകൊണ്ട് മറ്റൊരു അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുനീര് കാണാനൊന്നും അദ്ദേഹത്തിന് സമയമില്ല. വിമർശിക്കുന്നവരെയും നല്ലത് പറയുന്നവരെയും തെറി വിളിക്കാനും ഷോ കാണിക്കാനുമുള്ള തിരക്കിലാണ് നമ്മുടെ മുഖ്യമന്ത്രി. അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ റോള് കൂടിയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ റോള് കൂടിയാണ് ഇപ്പോൾ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ കൃത്യമായി സിദ്ധാർത്ഥിൻ്റെ വീട്ടിലെത്തി പ്രതികൾക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുക. മാത്രമല്ല ക്യാമ്പസുകളിലെ SFI ഇടിമുറികൾ അത് ഇടിച്ച് നിരത്തും എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ആർഷോയ്ക്കെതിരെ ഉടൻ നടപടിയും ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇനി ഒരു സിദ്ധാർത്ഥന്മാരും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ SFI ആണ് പല ക്യാമ്പസുകളും ഭരിക്കുന്നത്. അതുകൊണ്ട് അത് പ്രതീക്ഷ മാത്രമേ വയ്ക്കാൻ കഴിയൂ, ഉണ്ടാവില്ല എന്ന് തറപ്പിച്ച് പറയാൻ കഴിയില്ല.